ഇതാ കിടക്കുന്നടാ മൂടിയിട്ടേക്കുക. ഞാൻ പറഞ്ഞു ആളും ബഹളം ഒന്നും വേണ്ട. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ അങ്ങനെ നമ്മുടെ എൻഡോർ പണിയാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പണിയാന്ന് പറഞ്ഞാൽ കളർ മാറ്റി ഒന്ന് മോഡിഫൈ ചെയ്ത് സെറ്റാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് അതിൻ്റെ ഡെലിവറിയാണ്. വണ്ടിയെല്ലാം സെറ്റായിട്ടുണ്ട്, വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഗ്യാങ് ആയിട്ട് പോവുകയാണ് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ വൈറ്റ് ആയിരുന്നു നമ്മുടെ എൻഡോർ, ഇപ്പോൾ അത് ബ്ലാക്ക് ആക്കി ഒരു കരിമ്പുലി ആക്കിയിരിക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ ലുക്ക് ഒന്ന് നോക്ക്. അവർ നമ്മളോട് പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് കിഡിൽ ലൈറ്റുമായിരിക്കും. അവിടെ ഇവർ കുറച്ച് മോഡിഫൈഡ് കാറുകളൊക്കെ വെച്ചൊരു ചെറിയ റാലിയൊക്കെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്കറിയത്തില്ല, വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊക്കെ. എന്തായാലും നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് ആ വണ്ടി ഇഷ്ടപ്പെടും. കാരണം എൻഡോർ എന്ന് പറയുന്നത് ഏതൊരു വണ്ടി ബ്രാൻഡിൻ്റെ ഒരു ഫീലാണ് എൻഡോർ, ഫോർച്യൂണർ എന്നൊക്കെ പറയുന്നത്. ബാക്കി കൂടി ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഓക്കെ, സെറ്റ്. ഇതാ കിടക്കുന്നടാ മൂടിയിട്ടേക്കുക. ധാരാളം. എവിടാ ആണോ? അയ്യോ, ഇതൊന്നും വേണ്ട. ഇത്രേ കൈയൊന്നും കെട്ടുമൊന്നും വേണ്ട. നമ്മൾ നോർമലായിട്ടും കയറിക്കോളാം. എന്റെ പൊന്നി, ഇതാണ്ടാ കേക്ക്, വലിയ കേക്കടാ. താണ്ടേ എന്റെ അത്രയുള്ള കേക്ക്. അപ്പുറത്ത് അവിടെ ഒന്നും പറയല്ല എന്റെ മോനെ. എന്തുപാടാ ഇത്? ഇപ്പം ഭയങ്കര പ്രാർത്ഥന കേട്ടാ. ഒന്നും പറയാനില്ല. നമ്മൾ നോർമലി സ്വിഫ്റ്റിൽ അത് ഇതിലൊക്കെ എടുത്ത് പൊട്ടിക്കുന്ന കത്തിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതാ നമ്പർ കാണിക്കണ്ട. ഇല്ല ഇല്ല, ഞാൻ വിളിച്ചെല്ലാം കത്തി പോയെന്ന്. പോൺ മോനെ, പോട്ടെ. അവിടെ കാണോ? പോട്ടെ, ശരി. കഴിക്കും ബ്രോ, കഴിക്കും. കൂടുതൽ മാത്രമേ ഉള്ളൂ, കുറവായിട്ടൊന്നും ഇല്ല ഇവിടെ. ഞാൻ പറഞ്ഞു ആളും ബഹളം ഒന്നും വേണ്ട. നമ്മൾ വന്ന് നമ്മളെ നൈസായിട്ട് വന്ന് നമ്മൾ വണ്ടി ഇവിടെ കൊടുത്ത് വർക്ക് ചെയ്യാനും അതെടുത്തിട്ട് നമ്മളെ പൊക്കണമെന്ന് പറഞ്ഞു. ഇവർ ഇത്രയും വലിയ പരിപാടി ഇവിടെ പ്ലാൻ ചെയ്തെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞാ വേണ്ട, ഇത്രയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. കേട്ടില്ല. അടിപൊളി, ഒന്നും പറയാനില്ല. സന്തോഷം, അത്രയേ ഉള്ളൂ. എനിക്ക് കാണാൻ ആകാംക്ഷ ത്വരയാവുന്നടാ എൻ്റെ വണ്ടി കാണാൻ. പുറത്തുനിന്നേ ഈ കർട്ടൻ്റെ അകത്തൂടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. ക്യാമറയ്ക്കകത്ത് പറ്റത്തില്ല, പക്ഷേ അല്ലാതെ പറ്റുന്നുണ്ട്. കണ്ടിട്ടൊന്നും രക്ഷയില്ലെന്ന് തോന്നുന്നു.
മോനെ എന്താ ഇത്? അടിപൊളി അടിപൊളി. കീടില്ല. ഞാൻ ഇത് നമുക്കിനി സെറാമിക് ചെയ്ത് അതിലേറെ ഡബിൾ ആവും, ബ്ലാക്ക് ആയി ഗ്ലോസി ആവും. ഞാൻ വിചാരിച്ചതിൽ മാഫിയ, പക്ക മാഫിയാസ് പക്ക ആയിട്ടുണ്ട്. ഞാൻ സത്യമായിട്ട് ഇത്ര ഞാൻ പ്രതീക്ഷയില്ല ബ്രോ. ഒന്നും പറയാനില്ല, കിടിലം, അതേ പറയാനുള്ളൂ. എൻ്റെ മോനെ ഫുൾ ബ്ലാക്ക് ഒന്നും കൂടി ഗ്ലേസിംഗ് ആണോ? ഇതിപ്പോൾ ഡാർക്ക് ഇതല്ലേ മോനെ. എടാ നീ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സെറ്റ്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല സത്യം. ഞാൻ നിങ്ങളെ നിർത്തിക്കൊണ്ട് പറയുന്നതല്ല ബ്രോ. അന്ന് പൈൻറ്റിന് മറ്റേ ബാക്കിൽ ഇത് ലൈറ്റ് അടിക്കുമ്പോഴേ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണൂല. വയലറ്റ് ആ സെറ്റ് ആടി മോനെ. ഒന്നും പറയാനില്ലേ? ഒന്നും പറയാനില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല, ഇത്രയും സെറ്റായിട്ട് ചെയ്യുമെന്ന് ഒരു രക്ഷയില്ല ബ്രോ. കിടില. നമ്മുടെ വണ്ടിയാ അല്ല, വണ്ടി മാറി. ഒന്നും പറയാനില്ല. അടുത്ത് തന്നെ അല്ല റമീഡ് അല്ലേ? ശരി, കണ്ടത് ഈ സന്തോഷം. വണ്ടി എങ്ങനെയുണ്ട്? വീട്ടിലോ അല്ലേ? പെയിന്റൊക്കെ സെറ്റ്. ഒന്നും പറയാനില്ല. കറക്റ്റ് മാഫിയ ഇല്ലേ? കറക്റ്റ് മാഫിയാസ് വെക്ക്. ശരി, പോയിട്ടോ. പോട്ടോ കേട്ടോ. നിങ്ങൾ സെറ്റായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ അഗ്രഗണ്യ എക്സ്പേർട്ട് സെറ്റ് അടിപൊളി. സുഹൃത്തുക്കളെ, നമ്മുടെ എൻഡവർ ഇറങ്ങിയിരിക്കുകയാണ്. വിചാരിച്ചതിലും കിടിലം കറക്റ്റ് മാഫിയ സ്പെക്കിലാണ് വണ്ടി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് നമ്മുടെ ചെറുക്കൻ അയ്യൂബ്, ഇവനാണ് നമ്മളെ ഇവിടെ സജസ്റ്റ് ചെയ്തത്. നിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ നീ ഇപ്പൊ പുള്ളിയെ കുടിച്ചാ. പോട്ടെ പതുക്കെ. സുഹൃത്തുക്കളെ, എനിക്ക് വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ട്. പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് ലുക്ക് ഒന്നും പറയാനില്ല. പക്ക മാഫിയ സ്പെക്കിലാണ് ഇവർ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതി വർക്ക് ചെയ്തേക്കുന്ന ടീമുകളാണ് കാർ 6 ടീം. ഒന്നും പറയാനില്ല. ഇവരുടെ പെയിൻറ്റിങ് സൂപ്പർ, അതേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ പേജിൽ ഉടനെ വരുന്നതായിരിക്കും. അപ്പം ഒന്ന് നോക്കി കേട്ടോ. ഓക്കെ.